ഇടുക്കി ഏറമ്പാടത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്ന് തെറിച്ചു വീണു സ്ത്രീ മരിച്ച സംഭവത്തിൽ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. ബസ് വളവ് തിരിഞ്ഞപ്പോൾ സ്വർണ്ണമ്മ പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ആ ദൃശ്യങ്ങൾ രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. രാഹുൽ, ഈ വാഹനം, ഈ ബസ് അമിത വേഗത്തിലായിരുന്നോ? എന്താണ് ഇതിൽ കാരണമായത്? ഡോർ അടയാതിരുന്നതോ? എന്താണ് ഇങ്ങനെ തെറിച്ച് റോഡിലേക്ക് വീഴാൻ കാരണമായതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിജയകുമാർ, ഈ ബസ് അമിത വേഗതയിലായിരുന്നു എന്നുള്ളതാണ് CCTV ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അമിത വേഗതയിൽ വളവ് വീശിയപ്പോൾ അതിന്റെ അകത്ത് നിന്നിരുന്ന സ്വർണ്ണമ്മയ്ക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ഡോറിലേക്ക് തെറിച്ച് വീഴുകയുമായിരുന്നു. അതിനുശേഷം ആ ഡോർ തുറന്ന് റോഡിലേക്ക് വീഴുകയായിരുന്നു. റോഡിൽ തലയിടിച്ചാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറമ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതിന് 100 മീറ്റർ മുൻപിൽ നിന്നാണ് ഈ സ്വർണ്ണമ്മ വാഹനത്തിൽ കയറിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി, ഉപ്പുതറയിലേക്ക് പോകുന്നതിന് വേണ്ടി ഏറമ്പാടത്ത് നിന്ന് ബസ്സിൽ കയറിയതാണ്. അതിനുശേഷം ഒരു വളവെത്തിയപ്പോഴേക്കും ഈ അപകടം സംഭവിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യവും വ്യക്തവുമാണ്. ബസ് അമിത വേഗതയിലായിരുന്നു. ആ വളവ് നല്ല രീതിയിൽ തന്നെ തിരിഞ്ഞിട്ടുണ്ട്. അത് ഒരാൾ ആ ഡോറിലേക്ക് വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഡോറ് തുറന്നു പോകുന്ന അത്രയും വേഗതയിലേക്ക് ഒരാൾ എത്തിച്ചേരാനുള്ള ഒരു സ്പീഡ് ആ ബസ്സിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, പഴയ മോഡൽ ബസ്സാണ്, എയർ ഡോറുകൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മാനുവൽ ഡോർ ആയതുകൊണ്ട് തന്നെ അതിന്റെ കൈപ്പിടി അല്ലെങ്കിൽ അതിന്റെ ആ ലോക്ക് തട്ടിയാൽ തുറക്കുന്നതാണ്. അങ്ങനെ തെറിച്ചു വീണപ്പോൾ ഒരുപക്ഷെ സ്വർണ്ണമ്മ ആ ലോക്കിൽ തട്ടിയിട്ടുണ്ടാകാം, അങ്ങനെ ആ ഡോർ തുറന്നിട്ടുണ്ടാകാം എന്നുള്ള നിഗമനത്തിലേക്കും പോലീസ് എത്തിയിട്ടുണ്ട്. എന്തായാലും ഉപ്പുതറ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിജയകുമാർ, CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. KSRTC ബസ് അമിത വേഗത്തിലായിരുന്നു. വളവ് തിരിഞ്ഞപ്പോൾ ആ ബസ്സിൽ നിൽക്കുകയായിരുന്ന സ്വർണ്ണമ്മയ്ക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയും അവർ ഡോറിലൂടെ പുറത്തേക്ക് വീഴുകയുമായിരുന്നു എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പോലീസ് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.